കളർ LCAക്ക് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ എത്തിയത് യെല്ലോ ആണ്. അപ്പം 1:24 സ്കെയിലാണ്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഏജസ് ആണ്. ഇതാണ് LCAക്ക്. എല്ലാ ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞുതരാം. മിറേഴ്സ് ഫോൾഡബിൾ മിറേഴ്സ് ആണ്. അപ്പം 2 മിറേഴ്സും ഫോൾഡ് ചെയ്യാൻ പറ്റും. മോഡിഫൈ ചെയ്തിട്ടാണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയത്. സ്മോക്ക് വരുന്നത് പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇവിടെ ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡിൽ. പിന്നെ എന്താ പറയുക, 4 വീലറായിട്ട് സ്റ്റിക്കേഴ്സ്, ഇവിടെ ഒരു സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ ഒരു എന്താ പറയുക, മേലെ നമ്മളെ ബാഗ് അതൊക്കെ ടൂറൊക്കെ പോകുമ്പം നമ്മൾ കൊണ്ടുപോകില്ലേ, പക്ഷെ ബാഗിനുള്ളതല്ല, അതിനായിട്ട് ഇവിടെ വെക്കാൻ വേറൊരു സ്പേസ് ഉണ്ട്. ഇവിടെ കണ്ടോ നമ്മുടെ സ്പേസസ്. പിന്നെ ഇതൊരു നെർഫ് ഗണ്ണിയൊക്കെ ബുള്ളറ്റില്ലേ, അതിൻ്റെ ഒരു പകുതി പാർട്സാണ്. അത് ഡോർസ് ഓപ്പൺ ചെയ്യാനാണ്. ഇത് ടൈറ്റാണ് എല്ലാ ഡോർസും. ഇതില്ല, ഇത് വലിച്ചിട്ട് വരുന്നില്ല. അപ്പം ഞാനായിട്ടൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു, ഈസി ആയിട്ട്. പിന്നെ ഈ മുട്ടതാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ബോണറ്റ് ആണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. ഒരു പണ്ടത്തെ മോഡലിലാണ് ഇവരെല്ലാം ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ ലൈറ്റ് വരെ പണ്ടത്തേക്കുള്ളൊരു ലൈറ്റാണ്. ഈ ഒരു ഷേപ്പല്ല ഞാൻ പറഞ്ഞത്, അവിടെ ഒരു ഇങ്ങനെ ഒരു വര കണ്ടോ, പണ്ടത്തെ ഒരു ലൈറ്റ്സിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ലേ, ഇതാണ്. പിന്നെ മിറേഴ്സിൽ നമ്മുടെ കൈയൊക്കെ ക്ലിയറിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാണാം. ഇത് സ്പെയർ വീലാണ്. അത് ഇങ്ങനെ മാറ്റിയിട്ട് ഇത് ഒരു ലാഡർ ഉണ്ട്, ഇതും കൊണ്ടാക്കിയിട്ട് ഈ ഒരടിയത്തതും കൊണ്ടാക്കാണ്ട് ഇവിടെ വെക്കാനുള്ള കുറച്ച് എന്താ പറയുക ഐറ്റംസാണ് ഇത്. ടൊയോട്ടയുടെ ലോഗോ വരുന്ന ഇതാണ്. ഇതെല്ലാം 4 ക്യാൻസ് ആണ്. ടോട്ടൽ 8 പീസസ് ആണ് ഇത് വരുന്നത്. അപ്പം ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം. ടോട്ടൽ 8 പീസസ് ആണ് ഇത് ഫുള്ള്. ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല കൂടുതൽ ബൂട്ട് സ്പേസസ് ഉണ്ട്. ഇത് അടയ്ക്കാൻ കവർ 4 ക്യാൻസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു സർഫിംഗ് ബോർഡാണ്. ഇതിനകത്ത് മാത്രം ടൊയോട്ടയുടെ ലോഗോ കിട്ടില്ല, ബാക്കി എല്ലാത്തിനും ടൊയോട്ടയുടെ ലോഗോ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വെക്കാനുള്ളത് അത് ഒന്ന് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവർ ഞാൻ സ്പേസ് തന്നിട്ടുണ്ട്. എന്താ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് കാണുന്നുണ്ടാവില്ല. ഇങ്ങനെ ഒരേ ഓർഡറിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കാണുന്നുണ്ടാവും. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ 2 പീസസ് ആക്കാം, പക്ഷെ അത് പൊട്ടിപ്പോകും ഇങ്ങനെ ആക്കിയാൽ. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു ബോക്സാണ്, ഫിറ്റാക്കണം. അപ്പം ഇവിടെ ഒരു ഇത് കണ്ടോ, ഇത് താഴേക്ക് ആക്കി ഇത് പൊട്ടിപ്പോകുന്ന തോന്നുന്നത്. തൽക്കാലം അവിടെ നിന്നോട്ടെ. ഇതിൻ്റെ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു ഇത് താഴെ അല്ല, ബാക്കോട്ട് ഇങ്ങനെ വലിച്ചാൽ, അല്ല മേലേക്ക് വലിച്ചാൽ ഇങ്ങനെ സൂട്ട് കേസ് ആയിട്ടും കൊണ്ടുപോകാം. സൂട്ട് കേസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാം. പിന്നെ അതുമല്ല, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ ഇത് അതിൻ്റെ ഇതൊന്ന് ഓപ്പൺ ആക്കി കിട്ടും.
തെറിച്ച് പോയി. ഇത് അതിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു ലോക്കാണ് നമ്മൾ പുറത്ത് കണ്ട സൂട്ട്കേസിന് ഇങ്ങനെ വയ്ക്കും ഭാഗം. അപ്പോൾ ഇതിങ്ങനെ ഫിറ്റ് ആക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് തിരിച്ച് അവിടെ തന്നെ ഫിറ്റ് ആക്കിയിട്ട് വെക്കാം. ഇതെല്ലാം ഫിറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിൻ്റെ ലൈറ്റ്സൊക്കെ കത്തും. ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാൻ ഇവിടെ അതിനായിട്ടൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥലമാണ് അത്. ഈ സർഫിംഗ് ബോർഡ് വെക്കാനായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, അപ്പം കുറച്ചും കൂടെ അപ്പോൾ കാണാൻ മതിയാവും. അപ്പം സർഫിംഗ് ബോർഡ് വെക്കാനായിട്ട് ഇവിടെ രണ്ടൊരു എന്താ പറയുക ഒരു ഹോൾഡ് പോലത്തെ ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വെക്കും മതി. അപ്പോൾ സർഫിംഗ് ബോർഡും അവിടെ ഫിറ്റായിരുന്നു. എല്ലാം ടൊയോട്ടൻ്റെ ലോഗോ വരുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് വലിയ ഒരു ക്യാൻ എന്ന് പറയുന്നത്, ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്. അപ്പം ഇതും വെക്കാനായിട്ട് ഇവിടെ 2 ഹോള് കൊടുത്തിട്ടുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെക്കണം അല്ലേ. ഇത് അവിടെ ഫിക്സ് ആക്കി വെക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു സാധനമാണ് തന്നുള്ളത്. അപ്പം ഈ ഡോറ് അടയ്ക്കാത്തത് ഒരു കാര്യം കാണിച്ചു തരാനാണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ആവില്ല. ഇത് എന്താ പറയുക ടയേഴ്സ് മാത്രമേ റൊട്ടേറ്റ് ആവുള്ളൂ. എല്ലാ സ്ഥലത്തും ഷോക്ക് അബ്സർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക സസ്പെൻഷൻ എന്ന് പറയുന്നത്. നല്ല സസ്പെൻഷനാണ്. സ്റ്റീലാണ് മെറ്റീരിയൽ. മെറ്റലല്ല, മെറ്റലിൻ്റെ കൂടെ അറിയില്ല, മിക്സഡ് ആണ്. ഇത് അതിൻ്റെ എന്താ പറയുക പുക വരുന്ന സ്മോക്ക് വരുന്നതാണ്. ഹാലജൻ അല്ല, ഒരു ഹാലജൻ ടൈലാമ്പും ഒരു സാധാരണമാണ്. ഇതിൻ്റെ ലൈറ്റ്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിപ്പോൾ ഇവിടെ ഓഫിലാണുള്ളത്. ഇത് ഓഫിലാണ്. അത് ലൈറ്റിൻ്റെ ഒരു ചിത്രമുണ്ട്. അതിൻ്റെ മേലേക്ക് ആക്കിയാൽ ലൈറ്റ് ഒന്നും കത്തില്ല. നമുക്ക് ജസ്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്താൽ ഈ ഒരു വൈറ്റ് സാധനം ബാറ്ററിയിൽ നിന്ന് എടുക്കണം. അപ്പം ലൈറ്റിലേക്ക് വന്നാൽ ഇങ്ങനെ ജസ്റ്റ് കത്തിക്കൊണ്ടിരിക്കും. എല്ലാ ലൈറ്റ്സും കത്തും, ബാക്കിലത്തെ ലൈറ്റും കത്തും. നല്ല ലൈറ്റാണ് എല്ലാം. പിന്നെ അടുത്തത് പിന്നെ ഈ ലൈറ്റിൻ്റെ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഇട്ടാൽ ലൈറ്റ് കത്തില്ല. പിന്നെ സ്റ്റിയറിങ്ങിൽ പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്താൽ ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ പ്രസ് ചെയ്താൽ ഹോൺ അടിക്കും. ഇതാണ് കേൾക്കുന്നുണ്ടാവുക അറിയില്ല. ലൈറ്റും കത്തിക്കൊണ്ടേക്കും ഹോൺ അടിക്കുക. ബാക്കിലത്തെ ലൈറ്റ് എല്ലാ ലൈറ്റും കത്തും. പിന്നെ ഒന്ന് ജസ്റ്റ് എല്ലാ ലൈറ്റും കത്തും, സൗണ്ടും വരും. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ഫ്യൂൽ ടാങ്ക് ഓപ്പണബിൾ ആണ്. അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.